بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. സാധുക്കളായ ആൾക്കാരും തലയ്ക്ക് കനവുള്ള ആൾക്കാർ, മക്കാ മുശ്രിക്കുകൾ ചേർത്താ പറഞ്ഞെങ്കിൽ മൊത്തം ആൾക്കാർ, സാധുക്കള് കനമുള്ള കുറെ ആൾക്കാർ. സാധുക്കൾക്ക് അല്ലാഹു തആല ദീൻ കൊടുത്തു, അവരതിൽ ഉറച്ചു നിന്നു, സർവ്വതും അതിനുവേണ്ടി അവർ സമർപ്പിച്ചു. കനമുള്ള ആൾക്കാർ നമ്മളെ ഒഴിവാക്കിയിട്ട് എന്തിനാണ് അവരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്? നമ്മളിവിടെ കഴിവുള്ളവരും യോഗ്യത ഉള്ളവരും ഒക്കെ ഉണ്ടായിരിക്കെ നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഈ സാധുക്കൾക്ക് എന്തിനാണ് ഹിദായത്ത് കൊടുത്തത് എന്ന് ചോദിച്ച വിഭാഗം, അങ്ങനെ ചോദിച്ചൊരു വിഭാഗം, ഹൗലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന. അതിനെ സംബന്ധിച്ച് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് അല്ലാഹു തആല പറയുന്ന രൂപത്തിൽ, അവർക്ക് വിലയില്ല കൊടുത്ത നിഅമത്തിന്, ഈ സാധുക്കൾക്ക് അതിനുള്ള വിലയുണ്ട്. ഒരു വലിയൊരു ആലിമായ ഫഖീഹും പഠിക്കാൻ തുടങ്ങുന്ന അലസനായ വിദ്യാർത്ഥിയുടെ ഉദാഹരണം പറഞ്ഞു. ഇബാദത്ത് ചെയ്യുന്ന, വല്ലപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ആളുടെയും മുനീബായ വ്യക്തിയുടെയും വിഷയം പറഞ്ഞു. മുനീബ് അതിനുവേണ്ടി എല്ലാം ത്യജിക്കും, മറ്റവനതൊന്നും വിഷയമല്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി. അവൻ്റെ സ്ഥാനമാനം ലഭിക്കുന്നതിന്, ആഖിറത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം ലഭിക്കുന്നതിന് ഒരു റൊട്ടി കഷ്ണം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പോലും അവൻ ഒഴിവാക്കാൻ തയ്യാറാവുകയില്ല. അങ്ങനത്തെ വിഭാഗത്തിനെ സംബന്ധിച്ചും പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം പറയാണ്, പിന്നെ എങ്ങനെയാണ് ഈ അശ്രദ്ധരും അശക്തരുമായ ഈ കൂട്ടർ എങ്ങനെയാണ് തുല്യമാകുന്നത്? പരിശ്രമശാലികളായ ഈ വിജയികളോടൊപ്പം. അവർ അള്ളാഹുവിന്റെ വിജയം കരസ്ഥമാക്കി സാധുക്കളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും മറ്റവർ മഹാ തെമ്മാടികളാണ്, അവര് അശ്രദ്ധരാണ്, ആഖിറത്തിൽ അവർ ആജിസുകളാണ്. ഇത് രണ്ടും എങ്ങനെ തുല്യമാകും? വലുതാരിക്ക ഇക്കാരണത്താൽ, ഈ പറഞ്ഞ വിശദീകരണത്തിന്റെ പേരിൽ, മസാക്കീനു, ഈ സാധുക്കൾ അഥവാ ദുന്യാവിന്റെ റൊട്ടി കഷ്ണത്തിന് വേണ്ടി ആഖിറത്തിനെ വലിച്ചെറിയുന്ന ഈ സാധുക്കൾ അവരായിത്തീർന്നു അൻ ഹാദൽ ഖൈരി മഹ്റൂമീൻ, ഈ ഉന്നതമായ ഖൈറിനെ തൊട്ട് അവർ തടയപ്പെട്ടവരായി. ബൗലായിക്കൽ മുഅയ്യദൂന ബിഹി, ആ ഖൈർ കൊണ്ട് ശക്തി നൽകപ്പെട്ടവർ അക്കൂട്ടർ, ലാഫിരീന ഫായിസിന, അവർ വിജയികളുമായി. വകദാലിക, ഇപ്രകാരം, ഖസ്സമൽ അംറ, കാര്യത്തിന് അള്ളാഹു ഓഹരി ചെയ്തു. അഹ്കമുൽ ഹാക്കിമീൻ, ആര്? അഹ്കമുൽ ഹാക്കിമീൻ, കാര്യത്തിന് ഓഹരി ചെയ്തു. അള്ളാഹു ഇങ്ങനെയാണ് ഓഹരി ചെയ്യുന്നത്. സുബ്ഹാനഹു വഹുവ അഅലമുൽ ആലിമീൻ, ആലിം എന്ന് പറഞ്ഞവരെക്കാളെല്ലാം ഏറ്റവും വലിയ ആലമാണ് അള്ളാഹു. ഫഹാദാ തഫ്സീലു ഖൗലിഹി തആല, ഇപ്പറഞ്ഞാണ് അള്ളാഹുവിന്റെ ഈ ഖൗലിന്റെ വിശദീകരണം. അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, അതിന്റെ വിശദീകരണമാണ് ഇത്രയും നേരം പറഞ്ഞത്. അതുകൊണ്ട് ഫതഫഹം, നീ ശരിക്കും മനസ്സിലാക്കിക്കോ. വറാഇഹി, ഇതിനെ നീ സൂക്ഷിക്ക്. ഹക്കഹു, ഇതിന്റെ ഹക്കിനെ നീ സൂക്ഷിക്ക്. കാലം നീ അറി, അന്നക്ക നിശ്ചയം നീ, ലം തുഹറം, നിന്നെ തടയപ്പെട്ടില്ല, കത്ത് ഒട്ടും തന്നെ നിനക്ക് തടയപ്പെട്ടില്ല, ഖൈറൻ, ഒരു ഖൈറിനെയും. എങ്ങനത്തെ ഖൈർ? അന്ത തതമന്നാഹു, നീ അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനെ തടയപ്പെട്ടില്ല. ഇല്ലാ മിൻ ഖിബലി നഫ്സിക, നിന്റെ നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള അപാകതയുടെ പേരിലല്ലാതെ. അതുകൊണ്ട് ഫബ്ദുൽ മജ്ഹൂദക, നിന്റെ പരിശ്രമത്തെ നീ ചെലവഴിക്കുക. ലിതഅരിഫ, നീ അറിയാൻ വേണ്ടി, ഖദറ നിഅമത്തില്ലാഹി, യജമാനന്റെ നിഅമത്തിന്റെ അളവ് അറിയാൻ വേണ്ടി. വതുഅല്ലിമഹ, ആ നിഅമത്തിന് മഹത്വം കൽപ്പിക്കാൻ വേണ്ടിയും. ഹഖ തഅലീമിഹ, മഹത്വം കൽപ്പിക്കേണ്ട രൂപത്തിൽ. അങ്ങനെ ഫതകൂന, നീ ആകാൻ വേണ്ടിയും, അഹ്ലല്ലഹ, ആ നിഅമത്തിന് അർഹനാകാൻ വേണ്ടി. വലിയ അത്താഇഹ, ആ നിഅമത്ത് നിനക്ക് നൽകപ്പെടുന്നതിനും നീ അർഹനാകാൻ വേണ്ടി. സുമ്മ, പിന്നീട്, യമുന്നു അലൈക, നിന്റെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്യും. ബി ഇബ്ഖാഇഹ, ആ അനുഗ്രഹത്തിനെ, ആ നിഅമത്തിനെ നിലനിർത്തൽ കൊണ്ട്, ശേഷിപ്പിക്കൽ കൊണ്ട്. കമാ മന്ന അലൈക, നിന്റെ മേൽ അള്ളാഹ് അനുഗ്രഹം ചെയ്തതുപോലെ, ബിബ്തിദാഇഹ, ആ നിഅമത്തിന്റെ പ്രാരംഭം കൊണ്ട്.
പ്രാരംഭം കൊണ്ട് എപ്രകാരം നിനക്ക് അനുഗ്രഹം ചെയ്തു അത് നിലനിർത്താൻ അള്ളാഹുതആല അനുഗ്രഹം ചെയ്യും. ഇതിന്റെ നിഅമത്തിന്റെ മഹത്വം നീ മനസ്സിലാക്കിയാൽ. അലാമാനത് കുറുഹു നാം അതിനെ പുറകെ പറയുന്നുണ്ട്. ഫിൽ അസ്ലി സാനി രണ്ടാമത്തെ അസ്ലിൽ നാം പറയുന്ന അനുസരിച്ച് ഇന്നഹുർ റഊഫുർ റഹീം. അപ്പോൾ രണ്ട് അസ്ല് നേരത്തെ പറഞ്ഞ്, ഒന്ന് പിന്നെ നിഅമത്തിന്റെ ഖദർ അറിയുന്നവർക്കാണ് അള്ളാഹുതആല അത് കൊടുക്കുന്നത്. ഈ പറഞ്ഞ ഗാഫിലുകൾ നിഅമത്തിന്റെ ഖദർ അറിയാത്തവരാണെന്നാ പറഞ്ഞത്. അൽ അസ്ലു സാനി രണ്ടാമത്തെ അസ്ല് അന്ന നിഅമത്ത് ഇന്നമാ തുസ്ലബു, ആ നിഅമത്തിനെ ഊരിയെടുക്കപ്പെടുന്നത്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, മിമ്മൻ ഒരു വിഭാഗത്തിൽ നിന്നാണ്, ലാ യഅരിഫു ആ മൻ അറിയുകയില്ല, ഖദർഹ നിഅമത്തിന്റെ അളവ് അറിയുകയില്ല, പിന്നെ അവൻ അതിന്റെ ആവശ്യമില്ല, തിരിച്ചെടുക്കും. വല്ലതി ഒരാള് ലാ യഅരിഫു അയാൾ അറിയുകയില്ല ഖദർഹ അതിന്റെ ഖദറിനെ, അങ്ങനെ അറിയാത്ത ആൾ ആരാണ്? അൽ കഫൂറു നന്ദി കെട്ടവനാണ്. അല്ലതി എങ്ങനത്തെ നന്ദി കെട്ടവൻ? കഫറഹ അവൻ അതിന് നന്ദികേട് കാണിച്ചു. വലാ യുഅദ്ദി ശുക്രഹ അതിന്റെ ശുക്രിനെ അവൻ നിർവഹിക്കുന്നില്ല. അവനിൽ നിന്നാണ് അനുഗ്രഹത്തിനെ ഊരിയെടുക്കപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ദലീലു ദാലിക ഈ പറഞ്ഞ അസലിന്റെ ദലീല് തെളിവ്, ഇപ്പൊ പറഞ്ഞ രണ്ടാമത്തെ അസലുണ്ടല്ലോ, നിഅമത്തിനെ ഊരിയെടുക്കപ്പെടുന്നത് അതിന്റെ കഥ അറിയാത്ത ആളിൽ നിന്നാണെന്ന്, അതിന്റെ വിശദീകരണം, അതിന്റെ തെളിവായിട്ടാണ് ഖൗലുഹു തആല അള്ളാഹുവിന്റെ ഈ വാക്ക്, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാബീൻ വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ ഫമസലുഹു കമസലിൽ കൽബ്. അല്ലാഹു പറഞ്ഞ ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്രുകുഹു യൽഹസ്. വളരെ ഗൗരവമുള്ള കാര്യമാണ് പടച്ചതമ്പുരാൻ ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ഗൗരവമുള്ള കാര്യം. ബനി ഇസ്രായേലിലെ ഒരു വ്യക്തിയെ കുറിച്ചാണ് അള്ളാഹു തആല ഇതിൽ സൂചിപ്പിക്കുന്നതെന്ന് മഹാന്മാര് പറയുന്നു. ബൽആം ഇബ്നു ബാഊറ എന്ന് പറയുന്ന ഹതഭാഗ്യനെ സംബന്ധിച്ചാണ്. വത്തുലു അലൈഹിം നീ അവർക്ക്, നബിയെ അങ്ങ് അവർക്ക് ഓതിക്കൊടുക്ക്, നബ അല്ലദി ഒരാളുടെ വൃത്താന്തത്തെ ഓതിക്കൊടുക്ക്. എങ്ങനത്തെ ആളാണ്? ആതൈനാഹു നാം അയാൾക്ക് നൽകി, ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകി. അയാൾക്ക് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്നു. അയാൾ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി ഇൽമു പഠിപ്പിക്കുമായിരുന്നു. അയാൾക്ക് അംഗസ്നാനം ചെയ്യേണ്ടി വരുമ്പോൾ നൈൽ നദിയിൽ നിന്നും വെള്ളം മേലേക്ക് ഉയർന്നു വരുമായിരുന്നു. ഫൻസലഖ മിൻഹ ആ അനുഗ്രഹത്തിനെല്ലാം അവൻ മെല്ലെ ഊരിപ്പോയി. ഫഅത്ബഅഹു ശൈത്താൻ പിശാച് അയാളെ പിന്തുടർന്നു. അങ്ങനെ ഫകാന മിനൽ ഗാവീൻ അയാള് ഗാവികളിൽപ്പെട്ടവനായി, പരാജയപ്പെട്ടവനിൽപ്പെട്ടവനായി, പിഴച്ചുപോയവരിൽപ്പെട്ടവനായി. നാം അഥവാ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ റഫഅനാഹു നാം അവനെ ഉയർത്തുമായിരുന്നു, ബിഹാ നിഅമത്ത് കൊണ്ട്, കൊടുക്കപ്പെട്ട ആയത്തുകളെ കൊണ്ട്. പക്ഷെ നാം ഉയർത്തില്ല. വലാകിന്നഹു അഖ്ലദ ഇലൽ അർദി എന്നാ പറഞ്ഞത്. അവന്റെ തോന്നിയാസം അങ്ങനെയായിരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിനെതിരെ അയാൾ ദുആ ചെയ്തിരുന്നു എന്ന് ചരിത്രം. മഹാന്മാരായ സഹാബാക്കൾ ഇബ്നു അബ്ബാസിനെ പോലുള്ളവരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അയാൾക്ക് ഇസ്മുൽ ആലം അറിയാമായിരുന്നു. ഇസ്മുൽ ആലം പറഞ്ഞ് ദുആ ചെയ്ത അള്ളാഹു ദുആ ഉറപ്പായി സ്വീകരിക്കും, അൽഹംദുലില്ലാഹ്. പക്ഷേ അത് വെച്ചിട്ട് അവൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിനെ എതിരെ ദുആ ചെയ്തു. മൂസ അലൈഹി സ്വലാം വരുന്നതിന് മുമ്പേ പുള്ളി വലിയ പുള്ളിയാണ് ഇബാദത്തിലും മറ്റും. അയാളുടെ ഉപമ പട്ടിയുടെ ഉപമയാണെന്നാ പറഞ്ഞത്. ആ ദുആയിലൂടെ അയാളുടെ നാവ് വെളിയിലേക്ക് ചാടിപ്പോയി. അയാൾ ഏറ്റവും വലിയ നിരീശ്വരവാദിയായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തഖ്ദീറുൽ കലാമി ഈ വചനത്തിന്റെ തഖ്ദീർ അന്ന നിശ്ചയമായി നാം, അള്ളാഹു പറയുന്നതായിട്ട്, അൻഅംന നാം നിഅമത്ത് ചെയ്തു, അലാ ഹാദൽ ആബിദി ഈ അടിമയുടെ മേൽ, ബിൻ നിഅമിൽ ഉളാം ഉന്നതമായ അനുഗ്രഹങ്ങൾ, വൽ അയാദിൽ ജിസാം അതിന്റെ അർത്ഥം അത് തന്നെ, ഫി ബാബിദ്ദീൻ ദീനിന്റെ ബാബില്, ബിമാ മക്കന്നാവ് ബിമാ ഒന്നുകൊണ്ട്, മക്കന്നാവ് നാം അവന് സൗകര്യം ചെയ്തു കൊടുത്തു, ഫീ ദാലിക ഈ നിഅമത്തില് നാം അവന് സൗകര്യം ചെയ്തു കൊടുത്തു, മിൻ തഹ്സീലി റുത്ബത്തിൽ കബീറ ഉന്നതമായ റുത്ബയെ കരസ്ഥമാക്കുന്നതിനാൽ, വൻ മൻസിലത്തിൽ റഫീഅ അതിന്റെ അർത്ഥം അത് തന്നെ, അലാ ബാബിന നമ്മുടെ ബാബിൽ, ലിയസീറ അവൻ ആകാൻ, റഫീഅൻ ഇൻദന നമ്മുടെ അവൻ ഉയർന്നവനാകാൻ, അലീമൽ ഖദരി പദവി ഉന്നതമായവനാകാൻ, കബീറൽ ജാഹി വലിയ പ്രതാപമുള്ളവനാകാൻ, അതെല്ലാമാണ് നാം ചെയ്തത്. വലാകിന്നു പക്ഷെ അവൻ, ജഹിൽ അവൻ അജ്ഞനായ, ഖദറ നിഅമത്തിന നമ്മുടെ നിഅമത്തിന്റെ അളവിനെ കുറിച്ച് അവൻ അജ്ഞനായി. ഫമാല ഇല ദുനിയൽ ഖസീസത്തിൽ ഹഖീറ നിസാരമായ വളരെ നിന്ദ്യമായ ദുന്യാവിലേക്ക് അവൻ ചാഞ്ഞു. ഹിസ്സത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞത്, ഹക്കീറത്ത് നിസാരമായത്.
പാസറ ഷഹ്വത്ത് നഫ്സി, അവന്റെ നഫ്സിന്റെ ഷഹ്വത്തിന് അവൻ മുൻഗണന നൽകി. ഇഷ്ടം പോലെ കാശ് കൊണ്ടു കൊടുത്തു മൂസ അലൈഹി ഇസ്ലാമിന്റെ ശത്രുക്കൾ മൂസാ നബിക്കെതിരെ ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹു കാക്കട്ടെ നമ്മളെല്ലാം മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അള്ളാഹു തആല അവരുടെ എല്ലാം ബർക്കത്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. എങ്ങനത്തെ പിന്നെ നഫ്സിന്റെ ഷഹ്വത്ത്, അദ്ദനീയത്തി വളരെ നിസാരമായ ആ ഷഹ്വത്ത്, ആ റദിയത്തി വില കുറഞ്ഞത്, അതിന് അവൻ മുൻഗണന നൽകി. ഫലം യഅലം അവൻ അറിഞ്ഞില്ല, എടാ അന്ന ദുന്യാക്കുല്ല ദുന്യാവ് മൊത്തം ലാ തസിനു ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കൽ അത് ഭാരം തൂങ്ങുകയില്ല. അതിനാ നിഅമത്തിൻ മിൻ നിഅമൽ ദീൻ, ദീനിന്റെ നിഅമത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ ഒരു നിഅമത്തിന്റെ ഭാരം പോലും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അവനക്ക് അറിഞ്ഞുകൂടാ. ദുന്യാവിന് അതേ ഉള്ളൂ. വലാ തുസാവി ദുന്യാവ് സമമാവുകയില്ല ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കൽ ജനാഹ ബഊദത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിനത്തിന് പോലും വിലയില്ലെന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ല. ഫക്കാൻ അങ്ങനെ അവനായി ഈ ദാലിക ഈ നിഅമത്തെല്ലാം നൽകിയപ്പെട്ട് കാര്യമില്ല. അവൻ ദുന്യാവിലേക്ക് ചാഞ്ഞതിൽ ബി മൻസിലത്തിൽ കൽബി ഫീ ദാലിക എന്ന ഫീ മൈലിഹി ഇല ദുന്യൽ ഖസീസ, നിന്യമായ ആ ദുന്യാവിലേക്ക് ചാഞ്ഞതിൽ അവനായി ബി മൻസിലത്തിൽ കൽബി പട്ടിയുടെ സ്ഥാനത്തായി. അല്ലെങ്കിൽ എങ്ങനത്തെ പട്ടി ലാ യഅരിഫു, ആ പട്ടി അറിയുകയില്ല, ആ നായ അറിയുകയില്ല അൽ ഇക്റാമ വർ റാഹത്ത, ബഹുമാനം എന്താ എങ്ങനെയാണ്, റാഹത്ത് മനസ്സിന്റെ സന്തുഷ്ടി എങ്ങനെയാണെന്ന് അവൻ അറിയുകയില്ല. മിനൽ ഇഹാനത്തി വൽ മശക്കത്തി, നിന്ദിത അതുപോലെ തന്നെ കഷ്ടപ്പാട്, അതിൽ നിന്നും റാഹത്ത് എവിടെയാണ്, ഇക്റാം എന്താ എവിടെയാണെന്ന് അവൻ അറിയുകയില്ല ആ പട്ടി. റിഫ്അത്ത വ ശറഫ, ഉയർച്ചയെയും മഹത്വത്തെയും അത് അറിയുകയില്ല. മിനൽ ഹകാറത്തി വൽ ഖിസ്സത്തി, നിസാരത നിന്ദതയിൽ നിന്നും മാറിയിട്ട് റിഫ്അത്ത് എന്താണ് ഷറഫ് ഏതാണെന്ന് ആ പട്ടിക്ക് അറിഞ്ഞുകൂടാ. ആ പട്ടി ഫിൽ ഹാലത്തെ ഈ രണ്ടവസ്ഥയിലും യൽഹസു, ആ പട്ടിയെ ആദരിച്ചാലും പട്ടി യൽഹസു നാക്ക് നീട്ടും, ആ പട്ടിയെ എറിഞ്ഞോടിച്ചാലും അത് നാക്ക് നീട്ടും. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. പിന്നെ മസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുക്കുഹു യൽഹസ്, അതിന്റെ നേരെ നീ അക്രമമായിട്ട് പോയാൽ അത് അപ്പോഴും നാക്ക് നീട്ടും, അതിനെ വിട്ടാലും നാക്ക് നീട്ടും. ഇതാണ് പട്ടിയുടെ സ്വഭാവം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നമൽ കറാമത്ത് കുല്ലുക, മുഴുവൻ കറാമത്ത് മൊത്തം ഇൻദഹു അവന്റെ അടുക്കൽ ഫീ കിസ്റത്തിൻ, ഒരു കഷ്ണം റൊട്ടിയിലാണ്. എങ്ങനത്തെ റൊട്ടി, യുത്തഅമുഹ അതിന് അവന് നൽകപ്പെടും. അവ അറക്കി മായിദത്തിന്, അല്ലെങ്കിൽ സുപ്രയിലെ ഒരു കഷ്ണം, ഒരു എല്ലിൻ കഷ്ണത്തിലാണ്. യുർമായിലെ അവനിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടുന്ന ആ പട്ടിയിലേക്ക്, അത്രയേ ഉള്ളൂ. അതിനെ വലിയ നിയാമത്തായി അവൻ കണക്കാക്കും. ഉന്നതമായ അനുഗ്രഹങ്ങൾ അവൻ വെടിയും. സവാഉൻ സമമാണ്, തുഖിഉദുഹു നീ അവനെ പിടിച്ചിരുത്തുന്നു, അലാ ശരീരിൻ മഹക്ക നിന്നോടൊപ്പം നിന്റെ കട്ടിലിൽ നിന്റെ പ്രത്യേകമായ സോഫയിൽ നീ പിടിച്ചിരുത്തുന്നു. അല്ലെങ്കിൽ തുഖീമുഹു ആ പട്ടിയെ നീ നിർത്തുന്നു, ഫി തുറാബി വൽ ഖദിരി മണ്ണിലും അഴുക്കിലുമായി, ബൈനയതിന് മുമ്പിൽ രണ്ടും സമമാണ്. അതങ്ങനെ നിൽക്കും. അത് കസേര കയറ്റി ഇരുത്തിയെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരൊന്നുമില്ല. അതുപോലെയാണ് ഈ മനുഷ്യൻ. ഹിമ്മത്തുഹു അവന്റെ ഹിമ്മത്ത്, ആ പട്ടിയുടെ ഹിമ്മത്ത് മനക്കരുത്ത്, കറാമത്തുഹു അവൻ അതിന് ബഹുമാനമായി കണക്കാക്കുന്നു, നിഅമത്തുഹു അവൻ അനുഗ്രഹമായി കണക്കാക്കുന്നു, കുല്ലു എല്ലാം ഫീ ദാലിക ഈ ഒരു കഷ്ണം റൊട്ടിയിലാണ്. ഹാദൽ അബ്ദു സൂഉ, അപ്പോൾ ഈ മോശമായ അടിമ ഇദാ ജഹില അവൻ അജ്ഞനായപ്പോൾ, ഖദറ നിഅമത്തിന നമ്മുടെ നിഅമത്തിന്റെ അളവിനെ കുറിച്ച് അവൻ അജ്ഞനായപ്പോൾ, ഫലം യഅരിഫ് അവൻ അറിഞ്ഞില്ല, ഹക്കമാ ആതൈനാഹു നാം അവന് നൽകിയ നിന്റെ ഹക്കിനെ അവൻ അറിഞ്ഞില്ല, മിൻ കറാമത്തിന നമ്മുടെ കറാമത്തിനാൽ നാം നൽകിയതിന്റെ ഹക്ക് അവൻ അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഫകല്ലത്തു ബസീറത്തുഹു അവന്റെ ഉൾക്കാഴ്ചയെല്ലാം അന്ധമായി പോയി. ഫി മഖാമിൽ ഖുർബത്തിന്റെ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ മക്കാമിൽ അദബ് അവന്റെ അദബ് മോശമായി പോയി. ബിൽ ഇൽത്തിഫാത്തി ഇലാ ഗൈരിന നാം അല്ലാത്തതിലേക്ക് തിരിഞ്ഞു നോക്കൽ കൊണ്ട്, വൽ ഇസ്തിഗാലി അൻ ദിക്രി നിഅമത്തിന നമ്മുടെ നിഅമത്തിനെ ഓർക്കുന്നതിനെയും വിട്ട് അവൻ ജോലിയാകൽ കൊണ്ടു, ദുന്യാ ഹക്കീർ നിസാരമായ ദുന്യാവുമായി ജോലിയായി, ലദ്ദത്തിൻ ഹസീസിൻ വില കുറഞ്ഞ രസവുമായിട്ട് അവൻ ജോലിയായി. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ഫനദർന അപ്പം നാം നോക്കിയില്ലേ അവനിലേക്ക്, നദറ സിയാസത്തി അധികാരത്തിന്റെ നോട്ടം നോക്കി, കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയില്ല, അധികാരത്തിന്റെ നോട്ടം നോക്കി. വഅഹ്ളർനാഹു നാം അവനെ ഹാജരാക്കി, മൈദാനൽ ആദിൽ നീതിയുടെ മൈതാനിൽ അവനെ നാം ഹാജരാക്കി. ഇഹ്സാനിന്റെ മൈതാനിൽ അവനെ കൊണ്ടുവന്നില്ല. ഇഹ്സാനാണ് വേണ്ടത്, പക്ഷെ നീതിയുടെ മൈതാനിൽ കൊണ്ടുവന്നു. അമർന നാം കൽപ്പിച്ചു, ഫീഹി അവന്റെ വിഷയത്തിൽ, ബി ഹുക്മിൽ ജബറൂത്തി സ്വച്ഛാധിപത്യത്തിന്റെ ഹുക്മ് നാം അവനിൽ നാം കൽപ്പിച്ചു. കടുത്ത തീരുമാനം.
അങ്ങനെ ഫസലബിനാഹു നാം അവന് ഊരിയെടുത്തു ജമീഅ ഖിലഅന അവന്റെ മുഴുവൻ പുടവകളെ നാം നൽകിയ അവന്റെ പുടവകളെ വകറാമാത്തിന നമ്മുടെ ബഹുമാനങ്ങളെല്ലാം നാം ഊരിയെടുത്തു. അത് തന്നെ വനസഅന മിൻ ഖൽബിഹി അവന്റെ കൽബിൽ നിന്ന് നാം ഊരിയെടുത്തു മാരിഫത്തിന നമുക്കുള്ള മാരിഫത്തിന് നമ്മുടെ മാരിഫത്തിന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സലബയും നസഅല ഒരേ മാനിക്ക. അങ്ങനെ ഫൻസലഖ അവൻ ഊരിപ്പോയി ആരിയം മിൻ ജമീഇ മാ ആതൈനാഹു നാം നൽകിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒഴിവായവനായ നിലയിൽ നഗ്നനായ നിലയിൽ മിൻ ഫദ്ലിന നമ്മുടെ ഫദ്ലിനാൽ. അങ്ങനെ ഫസാറാവനായി കൽബൻ തരീദൻ ആട്ടപ്പെട്ട പട്ടിയായിട്ട് മാറി. ശൈത്താനൻ റജീമൻ അത് തന്നെ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ആട്ടി ഓടിക്കപ്പെട്ട പിശാചായി മാറി. മരീദൻ വിരട്ടപ്പെട്ട. നഊദു ബില്ലാഹി സുമ്മ നഊദു ബില്ലാഹി മിൻ സഖതിഹി വ അലീമി ഇഖാബിഹി യജമാനനായ അള്ളാഹു നമ്മളെ വീണ്ടും വീണ്ടും കാത്തിരക്ഷിക്കട്ടെ അവന്റെ ഭയങ്കരമായ കോപത്തിൽ നിന്നും അവന്റെ ശിക്ഷയുടെ വേദനയിൽ നിന്നും. ഇന്നഹു ബിനാ റഊഫുർ റഹീം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നിൽക്കട്ടെ ഇൻഷാ അള്ളാഹ്.